വാച്ചിൽ നോക്കി വർക്ക് ചെയ്തു. സക്കീർ നിനക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാനുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റാഫിനെ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ വരുന്ന സ്റ്റാഫുകൾ അറിയേണ്ടത്? അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കാരണം ചില ലക്ഷങ്ങൾ കൊടുത്തിട്ട് പഠിച്ചാലും കിട്ടാത്ത അറിവുകൾ നിങ്ങളിൽ നിന്ന് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ബിസിനസ്സിൽ, മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് നിങ്ങൾക്ക് അതിനെ പറ്റി സംസാരിക്കാനുള്ളത്? എക്സ്പെക്ടേഷൻ കുറച്ച് കൂടുതലാണ്, എന്നാലും എൻ്റെ എക്സ്പീരിയൻസ് അറിയാമെന്ന് പറയാം. നമ്മളൊരാളിനെ എടുക്കുമ്പോൾ, ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി എൻ്റെ ലൈഫിൽ പ്രാക്ടിക്കൽ ആകുമെന്ന് തോന്നുന്നില്ല. കാരണം ചില എൻ്റെ പാളിയിട്ടുണ്ട് പ്രാവശ്യം. തീർച്ചയായും ആ എടുക്കാവുന്ന പോസ്റ്റിന് ആപ്റ്റായിട്ടുള്ള ആളായിരിക്കണം. അയാളുടെ മറ്റുള്ള ഘടകങ്ങൾ ഇതാവരുത്. അയാൾ ആ വർക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കേപ്പബിൾ ആയിട്ടുള്ള ആളെന്നാണ് നമുക്ക് എടുക്കേണ്ടത്. ആ എടുക്കുന്ന ആൾക്കാർ അത് ബുദ്ധിമുട്ടാണ്, മറ്റേ ഹെൽപ്പ് ചെയ്യണം, അതിൽ അത്ര സെന്റിമെന്റൽ ഇതോട് കൂടിയിട്ട് നമ്മൾ ഒരു സ്ഥാനത്തിൽ എടുക്കാൻ പറ്റില്ല. ഒരു അക്കൗണ്ട്സിൽ ഒരാളെടുക്കുകയാണെങ്കിൽ അക്കൗണ്ട്സിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെടുക്കണം. സെയിൽസിലേക്കാണ് എടുക്കണമെങ്കിൽ ആ സെയിൽസിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെടുക്കണം. എന്നിരുന്നാലാണ് അതിൽ നിന്ന് ഗ്രോത്ത് കിട്ടുള്ളൂ നമുക്ക്. അതിപ്പോ എങ്ങനെ മനസ്സിലാവും? കറക്റ്റുള്ള ഒരു CV കണ്ടിട്ട് നമുക്ക് അത് വിലയിരുത്താൻ പറ്റുമോ? CV കണ്ടിട്ടും പിന്നെ നമ്മളെ എക്സ്പീരിയൻസിലും ഒരു വർക്ക് എക്സ്പീരിയൻസ്. പിന്നെ ഇപ്പോഴത്തെ ഓൾമോസ്റ്റ് ആൾക്കാർ വരുമ്പോൾ ഫസ്റ്റ് എന്ത് കിട്ടും, അതൊരു ചോദ്യമാണ്. അതാണ് ഫസ്റ്റ് സ്റ്റാഫ് ചോദിക്കുന്നത്, എനിക്ക് എന്ത് കിട്ടും. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിന് എനിക്ക് വലിയൊരു ഇറിറ്റേഷനിൽ വേണം. കാരണം വെച്ചാൽ ഞാനൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ കിട്ടിയതിനേക്കാൾ കുറഞ്ഞ സാലറിക്കാണ് വർക്ക് ചെയ്തത്. 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബോസിനോട് പറഞ്ഞു, ഇപ്പം എന്നെ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ എന്താണെന്നുള്ളത് മനസ്സിലായി, നിങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഇപ്പം എനിക്ക് കിട്ടുന്നത് എന്ത് തരാൻ പറ്റും. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുണ്ട്, നീ എൻ്റെ കൂടെ നിൽക്ക്, എൻ്റെ വളർച്ച നിൻ്റെ ഉയർച്ചയായിരിക്കും. അതൊരു വലിയൊരു ഹൈലൈറ്റിംഗ് ആണ്, എൻ്റെ വളർച്ച. അപ്പോൾ നമ്മൾ ആ കമ്മിറ്റ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ കമ്പനി വളരുമ്പോൾ നമ്മൾ വളരും. അതല്ലാതെ എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് അറിയാം, ഒന്നും അറിയില്ല. അക്കൗണ്ട്സ് അറിയില്ല, അക്കൗണ്ട്സിൽ എടുക്കാൻ പറ്റുമോ, ഇല്ല. സെയിൽസിലേക്ക് എടുക്കുമ്പോൾ അതിലെന്താ അറിയാം, എനിക്കൊന്നും അറിയില്ല. ഭാഷ അറിയില്ല. അപ്പോൾ അതെല്ലാം പഠിച്ചു വന്ന ഒരാളാണ്, എക്സ്പീരിയൻസ്ഡ് ഒരാളാണെങ്കിൽ അയാൾക്ക് എടുക്കുന്ന സാലറി ഇപ്പുറത്ത് ഒരു ഫ്രഷർക്ക് എടുക്കുന്ന സാലറി തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഇത് പെർമനന്റ് അല്ല. ഇവൻ ഇവിടെ നിന്ന് അവിടെ എത്തും. നമ്മളൊക്കെ ഞാൻ 21 വർഷം എംപ്ലോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസിന് തുടങ്ങിയ ഒരു ബൈ മാനേജറായിട്ട് ഇവിടെ എത്തിയതാണ്. അത് നമ്മളും കൂടി പ്രയത്നിക്കണം, നമ്മൾ എവിടെ എത്തണം. നമുക്കൊരു വിഷൻ വേണം, നമ്മൾ ഇന്നത്തെത്തണം, ഇതാണ് എൻ്റെ ടാർഗറ്റ്, ഇവിടെയാണ് എൻ്റെ ഒരു ഗോൾ. അതല്ലാതെ എന്ത് വാച്ചിൽ നോക്കി വർക്ക് ചെയ്തവൻ എവിടെ എത്തൂല, അവനോട് പോകില്ല. അവൻ അതെന്ന് വെച്ചിട്ട് 24 മണിക്കൂർ വർക്ക് ചെയ്യണമെന്നല്ല, അവൻ്റെ വർക്ക് 4 മണിക്കൂറിൻ്റെ വർക്ക് 2 മണിക്കൂർ എടുക്കുന്ന അവൻ്റെ എക്സ്പീരിയൻസ്. അത് അവനൊരു ഗോൾ ഉണ്ടായിരിക്കണം, എനിക്ക് മുന്നോട്ട് എത്തണം, എന്നതാണ് എൻ്റെ ടാർഗറ്റ്. ആ ടാർഗറ്റിൽ ഞാൻ എത്തണം. ആ ഇതുള്ള ആൾക്കാർക്ക് സക്സസ് ആവും. അറിവ് തന്നാലും വളരെ സന്തോഷം. ഇൻഷാ അല്ലാഹ് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.